ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ പാഷൻ എക്സ്പ്രോ ആണ് വണ്ടി. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരുന്നതാണ്. അതായത് നമുക്ക് ഇഗ്നീഷ്യൻ സ്വിച്ചുമേ എന്നുള്ള കോൺടാക്റ്റ് ഒന്നും തന്നെ ഉണ്ടായില്ല. താക്കോൽ ഓൺ ചെയ്യുമ്പോൾ ലൈനൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഈ ഹാൻഡിൽ തിരിയുന്ന ഭാഗത്ത് ഇവിടെ വന്ന വയറിങ് നമ്മളെല്ലാം തന്നെ ഇൻസുലേറ്റ് ചെയ്തൊക്കെ ഇട്ടാണ് വീണ്ടും അവിടെ തന്നെ പൊട്ടിപ്പോയിക്കണേ. ഇതുണ്ടല്ലോ, ഈ വയറിങ് കിറ്റേപ്പാടി മാറ്റിക്കളയാനാണ് ഏറ്റവും സേഫ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാലാവധി, കാരണം ഈ വയറൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്താലും അവിടെ നിന്ന് വീണ്ടും വീണ്ടും കട്ടായി പോയിക്കൊണ്ടിരിക്കണം. അതിപ്പോൾ വയറിങ് കിറ്റ് മാറ്റിയിടാണെങ്കിൽ കുറേ നാളത്തേക്ക് ഒരു തലവേദനയൊന്നും ഉണ്ടാവില്ല. കാരണം വന്ന വയറിൻ്റെ ഗേജൊക്കെ ഉണ്ടോ, അത്രയൊക്കെ ഉള്ളൂ ആകെ. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ നിലവിൽ കണ്ടോ കംപ്ലൈൻറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതുമ്പോൾ ചെയ്യാനായിട്ട് ഇപ്പോൾ ജോയിൻ്റ് അടിക്കാനായിട്ടൊന്നും തന്നെ ഇല്ല. എല്ലാ വയറും തന്നെ അടിച്ചിട്ടുണ്ട്. ആകെ 2-3 വയറുകളാണ് ജോയിൻ്റ് അടിക്കേണ്ടത്. അത് അടിക്കേണ്ട ആവശ്യമില്ലാതെ ആയിട്ടുള്ളൂ. ബാക്കി ഇതൊക്കെ തന്നെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം റെഡി ആയിട്ടുണ്ട്. ശാശ്വത പരിഹാരമല്ല, 100% വയറിങ് കിറ്റ് മാറ്റി കളയുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് കുഴപ്പമുണ്ടാവില്ല. അതാണ് ഇതിൻ്റെ അവസ്ഥ. പിന്നെ പാഷൻ എക്സ്പ്രോ ആണ് വണ്ടി. RC ബുക്കൊക്കെ വെച്ച് നമ്മൾ ഓർഡർ ചെയ്തിട്ടാലാണ് നമുക്ക് കിട്ടുള്ളൂ. കാരണം ഞാൻ ആരും തന്നെ എടുത്ത് സ്റ്റോക്കിൽ വെക്കില്ല. ഒറ്റ പാർട്സുകളുള്ള ഷോപ്പുകളിലൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എക്സ്പ്രോ എണ്ണത്തിൽ കുറവാണ്, വളരെ കുറവാണ് വണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ സ്റ്റോക്ക് വയ്ക്കാൻ സാധ്യതയില്ല. ഇടുന്ന കമ്പനിയായിട്ടും തന്നെ നോക്കിയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. നമുക്ക് ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഐറ്റം കിട്ടും, കിട്ടാതിരിക്കുകയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കണ്ട കംപ്ലൈൻറ്റ് റെഡി ആക്കിയിട്ടുണ്ട്.